2 കാര്യങ്ങൾ പറയുക. എനിക്ക് 3 ഊമക്കത്തും 4 പേര് പറയാത്ത ആളുകളുടെ ഫോണും വന്നിട്ടുണ്ട്. ഊമക്കത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നെ അപമാനിക്കുമെന്നാണ്. സ്നേഹിത, അല്ലെങ്കിൽ ഞാൻ ഈ പറച്ചിൽ നിർത്തണമെന്നാണ്. ലഹരിക്കെതിരെയുള്ള പറച്ചിൽ നിർത്തണം, അല്ലെങ്കിൽ എന്നെ അപമാനിക്കുമെന്നാണ്. എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് ലഹരിക്കെതിരെയുള്ള പറച്ചിൽ നിർത്തിയില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നാണ്. സ്നേഹിത, ചാവുന്ന അന്ന് വരെ ഞാനിത് പറയും. നീ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത്. കർത്താവിന് വേണ്ടി ചാവാൻ ഇറങ്ങി തിരിച്ച മനുഷ്യനായ ഞാൻ, മരണമോ ജീവനോ ഒന്നും എനിക്ക് ഭയമല്ല. ഞാൻ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ, യേശുവിന് വേണ്ടി രക്തം കൊടുക്കാൻ ഇറങ്ങി തിരിച്ചയാളാണ്. ഇന്നും നാളെയും ഒരു നീണ്ട നാള് ജീവിക്കുമെന്ന് ചൈത്രയാത്രയും സ്വപ്നവും ഒന്നും എനിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പിടിച്ചെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശികളാക്കണം. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യനായ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്നാലാവോളം അധ്വാനം ചെയ്യണം. അതാണ് ഭീഷണിയുടെ മുമ്പിലൊന്നും അടിയറ വെച്ച് ഈ പരിപാടി നിർത്തിപ്പോകയില്ല. കൈയൊന്ന് ഉയർത്തിയോൻ ആമീൻ പറഞ്ഞേര്. അത്രയും സ്നേഹിതന്മാർ നമുക്ക് അകത്തും പുറത്തും എല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരെയും ഓൺലൈനിൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. സ്നേഹിത, എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ പ്രഭാഷണം കേട്ട് ഒരു കുട്ടിയെങ്കിലും മാറുമെങ്കിൽ അതിന് തയ്യാറെടുത്ത് ഞങ്ങൾ നിൽക്കുക. അതിനുവേണ്ടിയാണ്. ഒരു 100 വർഷം ചിരഞ്ജീവിയെ പോലെ ജീവിക്കുമെന്നൊന്നും എനിക്ക് മനസ്സിനകത്ത് ആഗ്രഹമില്ല. ഒരിക്കൽ MGR അഭിനയിക്കുന്ന സമയത്ത് തമിഴകം മുഴുവൻ കൊള്ളക്കം നടത്തി തമിഴകത്തെ ഓരോ ചെറുപ്പക്കാരുടെയും മനസ്സിനകത്ത് രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിയ മനുഷ്യനാണ് MGR എന്ന് പറയുന്ന മനുഷ്യൻ. MGRന്റെ അടുത്ത് ഒരിക്കൽ കഥ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ആ കഥയിൽ കഞ്ചാവ് പുകച്ചു തള്ളുന്ന രംഗമുണ്ട്. MGR പറഞ്ഞു, ആ രംഗം ഞാൻ അഭിനയിക്കുകയില്ല. ഞാൻ അഭിനയിച്ചാൽ തമിഴ്നാട്ടിലെ മുഴുവൻ കുട്ടികളും തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ അത് അഭിനയിക്കയില്ല. അങ്ങനെയുള്ള നടീനടന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുണ്ട്. ആദ്യമായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിന് തൊട്ടു മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബാപ്പയുടെ കയ്യിൽ നിന്ന് 80 രൂപയുമായി അവൻ പുറപ്പെട്ടു പോയി. കൂലിപ്പണിക്കാരനായ അപ്പൻ ബാപ്പ 80 രൂപ മകന്റെ കയ്യിലേക്ക് കൊടുത്തു. അവന് 80 രൂപയുമായിട്ട് എണ്ണയിൽ വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാനായിട്ട് കടയിലേക്ക് പോയി. തിരിച്ചു വരുന്നത് ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് ആ മകൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെയും കൂട്ടുകാർ വിളിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ഒരിക്കൽ കൂടെ കൂട്ടുകാർ അവനെ കൊണ്ടുപോയി. സംഭവിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. ആ കുഞ്ഞ് 15 വയസ്സുള്ള കുഞ്ഞ് നിർത്താതെ ഛർദ്ദിക്കാൻ വേണ്ടി തുടങ്ങി. അവർ കാരണം തിരക്കി, ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം തിരക്കിയപ്പോൾ സ്കൂളിൽ അടി നടക്കുകയാണ്. അടിയിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഈ മകനാണ്. ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സുള്ള പൊന്നോമന മകനാണ്. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ വെളുപ്പിനെ 6 മണിയോടുകൂടെ ഷഹബാസ് 15 വയസ്സുകാരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് 11 മണിയായപ്പോൾ 80 രൂപ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കൊണ്ടുപോയ മകൻ, സഹപാഠികൾ കരയുന്നു, നാട്ടുകാർ കരയുന്നു, വീട്ടുകാർ കരയുന്നു. മരിച്ച ഡെഡ് ബോഡി വെള്ള പുതപ്പിച്ച് വീട്ടിൽ കയറി വന്നു. കേൾക്കണ്ടേ ചേതോ വികാരം എന്താണെന്ന്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ കൂടി എക്സാമിന് മുമ്പ് ഒരു ഫെയർവെൽ പാർട്ടി നടത്തി. MG ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി ആ സംഭവം നടന്നപ്പോൾ അവിടെ വച്ച് നൃത്തം ചെയ്തു. നൃത്തം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടവഴിയിൽ വെച്ച് പാട്ട് നിന്നുപോയി. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് കൂവി. കൂവുന്നത് കണ്ടപ്പോൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി അവരോടാകമാനം കയർത്തു, ദേഷ്യപ്പെട്ടു. ഇത് അധ്യാപകർ ചേർന്ന് 2 സ്കൂളുകൾ തമ്മിലുള്ള
സംഘട്ടനമാകുമെന്ന് അറിഞ്ഞിട്ട് അധ്യാപകർ ചേർന്ന് ആ കുട്ടികളെ ശാന്തരാക്കി. വെളിയിലേക്കിറങ്ങിയ കുഞ്ഞുങ്ങൾ 15, 14, 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒരംഗത്തിന് വേണ്ടി തയ്യാറായി, ഒരു യുദ്ധക്കളത്തിന് വേണ്ടി തയ്യാറായി. വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൂടെയെല്ലാം അവർ എതിർച്ചേരിയിൽ അടിക്കാൻ വേണ്ടി ആയുധങ്ങൾ കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്തു. ശബ്ദ സന്ദേശത്തിന് ഇൻസ്റ്റഗ്രാം വഴി ഒരു ശബ്ദ സന്ദേശമുണ്ടായി. ആ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ്: ആണായി പിറന്നവനുണ്ടെങ്കിൽ പോരുക, ഞാൻ കൊല്ലാൻ പോകുകയാണ്, കുത്തിക്കൊല്ലും, ഈ എതിരായി നിന്ന ആളുകളെ മുഴുവൻ കുത്തിക്കൊല്ലും. ആണായി പിറന്നവരുണ്ടെങ്കിൽ വരിക. പറഞ്ഞത് 15 വയസ്സുള്ള എതിർച്ചേരിയിലുള്ള ഒരു മകനാണ്. എൻ്റെ ചോദ്യം, കൊല്ലാൻ ഇവന് എവിടുന്ന് വാസന കിട്ടി? ആര് പറഞ്ഞു സഹപാഠിയെ കൊല്ലണമെന്ന്? ആര് പറഞ്ഞു സഹപാഠിയുടെ കഴുത്തിൽ കത്തിവെക്കണമെന്ന്? ആര് പറഞ്ഞു സഹപാഠിയെ കൊന്നു മുടിക്കണമെന്ന്? എവിടുന്ന് കിട്ടി ഈ കൊല്ലാനുള്ള ആഹ്വാനം? എവിടുന്ന് കിട്ടി ഈ സംവിധാനങ്ങളൊക്കെ? നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം കൊല്ലാൻ പഠിച്ചോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം പോർ വിളിക്കാൻ പഠിച്ചോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആയുധമെടുക്കാൻ പഠിച്ചോ? ഇവിടെയാണ് യേശുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകുന്നത്. യേശു പറഞ്ഞു, തന്നെ അനുധാവനം ചെയ്യുന്ന യെരൂശലേം പുത്രിമാരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. കേരളമേ, മക്കളെ ചൊല്ലി കരയണ്ട കാലം അമാന്തിച്ചുപോയി. ഭാരതമേ, ലോകമേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയേണ്ട സമയം അമാന്തിച്ചുപോയി. നിങ്ങൾ സേഫ് ആണെന്ന് വിചാരിക്കരുത്. ഷഹബാസ് എന്ന് പറയുന്ന ബഹുമിടുക്കനായ വിദ്യാർത്ഥി, സ്കൂളിലെ എല്ലാത്തിനും A+ കിട്ടുന്ന വിദ്യാർത്ഥി, സ്പോർട്സിൽ ഏറ്റവും മുൻപന്തിയിലുള്ള വിദ്യാർത്ഥി, ഏറ്റവും മിടുമിടുക്കനായ വിദ്യാർത്ഥി, അച്ഛനും അമ്മയ്ക്കും ഓമനപുത്രൻ. നിങ്ങൾ ചിലപ്പോ വിചാരിക്കും എന്റെ കൊച്ചിന് കുഴപ്പമില്ലെന്ന്. അല്ല, യേശു പറഞ്ഞ വാക്കുകളാണ് സത്യം. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. കേരളമേ, പള്ളിക്ക് വേണ്ടിയുള്ള കരച്ചിൽ നിർത്തൂ, പള്ളിക്ക് വേണ്ടിയുള്ള ആട്ടി നിർത്തൂ, മക്കൾക്ക് വേണ്ടി കരയൂ, മതത്തിന് വേണ്ടിയുള്ള ജൈവളി നിർത്തൂ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയൂ. എല്ലാവർക്കും ഇതകത്ത് കൊള്ളുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ ഒരു വാക്ക് പറയുക. എന്റെ ഉള്ളു മുറിഞ്ഞാ ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്റെ ഹൃദയം കത്തിയാ ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കണം, നമ്മുടെ കേരളത്തെ തിരിച്ചു പിടിക്കണം, ലഹരിയിൽ നിന്ന് തിരിച്ചു പിടിക്കണം, ലഹരിയുടെ അംശത്തിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിനിന്ന് രാവിലെ എലോഹീം പ്രാർത്ഥിക്കാൻ പോകുകയാ. തെരുവിൽ, കോഴിക്കോട് താമരശ്ശേരിയിൽ തെരുവിൽ 3 15 മുതൽ താഴേക്ക് വയസ്സുള്ള കുട്ടികൾ ഒരുമിച്ച് പോരാടി. നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിന്നു. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ബാക്കി പറയാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗങ്ങൾ ബാക്കി വന്നിട്ടില്ല. ഞാനതിന് വിരാമം കൊടുക്കുക. അപ്പൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു വാക്ക് നിങ്ങൾ കേൾക്കണം. അപ്പൻ്റെ മുറിഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ, അവനായിരുന്നു ഞങ്ങളുടെ സ്വപ്നം, അവനായിരുന്നു ഞങ്ങളുടെ എല്ലാം. കേരളമേ, ലജ്ജിച്ചു തലതാട്ടുക. ഇതല്ല നമ്മുടെ മക്കൾ, ഇതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അക്കായി ഉയർത്തിയൊരാമീൻ പറഞ്ഞേ. യെരൂശലേമിന്റെ തെരുവിധിയിലൂടെ നടന്നു പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട്
ഭാരമേറിയ പച്ച പൈന്മര കുരിശുമെടുത്തുകൊണ്ട് നടന്നു പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യെരൂശലേം പുത്രിമാർ വഴിയുടെ ഇരു ഓരത്തിലും നിൽക്കുന്ന യെരൂശലേം പുത്രിമാർ ഉറക്ക കരയാൻ തുടങ്ങി. യേശു തിരിഞ്ഞവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. എത്രയെത്ര വീടുകളാണെന്നറിയാമോ മുറവിളിയിൽ അടിമകളായി പോയത്? എത്രയെത്ര മക്കളാണെന്നറിയാമോ ലഹരിക്ക് അടിമകളായി പോയത്? എത്രയെത്ര മക്കളാണെന്നറിയാമോ വല്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നത്? എന്റെ ചോദ്യം, നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? എന്നെ കൊല്ലുമെന്ന് ഭീഷണിയുടെ ഫോൺ വന്നെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു പലരും കൈവെക്കുന്നില്ല. എടാ, എൻ്റെ കാര്യ, എന്നെ ആരും കൊല്ലുകയല്ല. എൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ട്. കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. യേശുവിൻ്റെ വാഗ്ദത്തം പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനാ ഞാന്. യേശുവിൻ്റെ സാന്നിധ്യം പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനാ ഞാന്. യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നയാളാ ഞാന്. എന്നെ നടത്താൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ സേന എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാവിലെ കേരളത്തിലെ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നു. കൊച്ചിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കിൻഡർ ജോയും ഡയറി മിൽക്കും സ്ഥിരമായി ഒരു സഹപാഠി കൊടുക്കുമായിരുന്നു. കിൻഡർ ജോയ്ക്കാരും ഡയറി മിൽക്കുകാരും, നിങ്ങൾ എനിക്കെതിരെ കേസൊന്നും കൊടുക്കരുത്, വാർത്ത വായിച്ച് കേൾപ്പിക്കുകയാണ്. ഈ പെൺകുട്ടിയെ സ്ഥിരമായി ലഹരി കൊടുത്തിട്ട് 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു സഹപാഠി. ഈ കുട്ടികളുടെ പ്രശ്നം എന്നറിയാമോ? സ്ഥിരമായിട്ട് ഇത് കിട്ടിയില്ല, ഡയറി മിൽക്ക് കിട്ടിയില്ലെങ്കിൽ അവൻ ഭ്രാന്ത് കാണിക്കും. മിണ്ടുന്നില്ല നിങ്ങൾ? ഭ്രാന്ത് കാണിക്കും. ഡയറി മിൽക്കല്ല, ഒരു ലഹരിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് ആരുടെയൊന്നും ഒരു ഡയറി മിൽക്കും വാങ്ങിച്ച് കഴിക്കരുത്. ഒരു ഡയറി മിൽക്കും വേണ്ട. ഇതൊക്കെ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുമല്ലേ? എന്നാ ഇനി വിശ്വസിച്ച് കഴിക്കും. ആ പെൺകുട്ടിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു. ഈ കുട്ടികൾ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്തു. ആൺകുട്ടികൾ വലുതായിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കാൻ അറിയാത്ത അപ്പനോട് അപ്പൻ്റെ ഒരു ബന്ധു പറഞ്ഞു, നിങ്ങളുടെ മോളെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കിടപ്പുണ്ട്. അന്ന് മുതൽ ആ മനുഷ്യൻ, ക്രിസ്ത്യാനിയായ മനുഷ്യൻ, ഈ ഇൻവെസ്റ്റിഗേഷന്റെ പുറകിൽ ഇറങ്ങി തിരിച്ചു. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ മുഴുവൻ പോലീസിനോട് പറഞ്ഞ്, പോലീസ് പറഞ്ഞ ഭാഷ്യങ്ങളാണ് കൊച്ചി എന്ന തലക്കെട്ടിൽ ഞാൻ നിങ്ങളെ പറഞ്ഞു കൽപ്പിച്ചത്. ഇനിയും പറയാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ. എക്സാം ഇടുന്ന കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് കയറാൻ വേണ്ടി പറയുക. ഒരു കാര്യം കേട്ടോണം. കോട്ടയത്ത് മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയം മുഴുവൻ ഒത്തിരി ദൂരല്ല, നമ്മുടെ തൊട്ടടുത്ത് മണ്ണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് 4 വയസ്സുള്ള കുഞ്ഞിന് ദേഹാസ്വാസ്ഥ്യം പിടിപെട്ടു. അമ്മ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോ 4 വയസ്സുകാരൻ്റെ അകത്ത്, പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ അകത്ത് ലഹരിയുടെ അംശം. ലഹരിയുടെ അംശം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞത്, ആ കുഞ്ഞ് സ്ഥിരമായി കഴിക്കാറുണ്ടായിരുന്ന ഐസ്ക്രീമിനകത്ത് മാരകമായ രാസലഹരികൾ ഉണ്ടായിരുന്നു. എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ നാട്? എന്തു പറ്റി നമ്മുടെ നാടിന്? നമ്മളിപ്പം എല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോവാ. കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. ലഹരിക്കടിമയാകുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അവരെ തിരിച്ചു പിടിക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനിന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ ദൈവത്തിൻ്റെ മക്കളും ആ കണ്ണൊന്നടച്ച്, പ്രിയരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുക. നിങ്ങൾക്ക് ഹൃദയം മുറിവുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിന് സങ്കടമുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ കേരളം തിരിച്ചു വരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേരളം തിരിച്ചു വരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ നാട് തിരിച്ചു വരും.
നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേശം തിരിച്ചു വരും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് രാവിലെ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും.